അമേരിക്കയെ ഭീതിയിലാഴ്ത്തിയ കാട്ടുതീയിൽ മരണസംഖ്യ ഉയരുകയാണ്. അപകടത്തിൽ ഇതുവരെ പൊലിഞ്ഞത് 10 ജീവനുകളാണ്. കത്തിയമർന്നത് 10,000-കണക്കിന് കെട്ടിടങ്ങൾ. ശക്തമായ വരണ്ട കാറ്റ് ആഞ്ഞു വീശുമ്പോൾ രക്ഷാപ്രവർത്തനം ദുഷ്കരമാകും എന്നാണ് മുന്നറിയിപ്പ്. ഇതിനിടെ കുടിയൊഴിപ്പിക്കപ്പെട്ട മേഖലകളിൽ വ്യാപക കൊള്ള നടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. തെക്കൻ കാലിഫോർണിയയിലെ ലോസ് ആഞ്ചൽസിനെ തീ വിഴുങ്ങിയിട്ട് ഇന്ന് 4ാം ദിനം. ഇതുവരെ $57 ബില്യൺ നഷ്ടമുണ്ടായ അപകടത്തിൽ പൊലിഞ്ഞത് 10 ജീവനുകൾ. 1,80,000 പേരെയെങ്കിലും ഒഴിപ്പിക്കേണ്ടി വന്നു. സ്കൂളുകളുടെ പ്രവർത്തനമടക്കം പൊതുസംവിധാനങ്ങൾ പൂർണ്ണമായി നിർത്തിവെച്ച് അപകടത്തെ മഹാദുരന്തമായി പ്രഖ്യാപിച്ചു കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസം. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത പ്രസിഡന്റ് ജോ ബൈഡൻ ഇറ്റലിയിലേക്കുള്ള യാത്ര റദ്ദാക്കി. എന്നാൽ ഈ മഹാദുരന്തത്തിനിടയിലും ആളൊഴിഞ്ഞ വീടുകളിൽ വ്യാപക കൊള്ള നടക്കുന്നതായാണ് റിപ്പോർട്ട്. കൊള്ളകളുമായി ബന്ധപ്പെട്ട് 20 പേരെ ഇതിനകം പോലീസ് അറസ്റ്റ് ചെയ്തു. കാലിഫോർണിയയിലെ വിവിധ മേഖലകളിലായി 5 കാട്ടുതീകളാണ് പടരുന്നത്. പാലിസേഡ്സ്, ഈറ്റൻ, കെന്നത്ത്, ഹേസ്റ്റ്, ലിഡിയ എന്നിങ്ങനെയാണ് കാട്ടുതീകളുടെ വർഗീകരണം. ഇതിൽ പാലിസേഡ്സ്, ഈറ്റൻ കാട്ടുതീകളാണ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സാന്റാ മോണിക്കയ്ക്കും മാലിബുവിനും ഇടയിൽ 20,000 ഏക്കറിനടുത്ത പ്രദേശത്താണ് പാലിസേഡ്സ് കാട്ടുതീ പടർന്നു പിടിച്ചത്. 5,300-ലധികം കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. 6% മാത്രം തീയണയ്ക്കാനേ ഇവിടെ സാധിച്ചിട്ടുള്ളൂ. അൽതഡീനയിലും പാസഡീനയിലുമായി ഈറ്റൻ കാട്ടുതീ വിഴുങ്ങിയത് 14,000 ഏക്കർ പ്രദേശമാണ്. 5 മരണങ്ങളുണ്ടായ മേഖലയിൽ തീയണയ്ക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ തുടർച്ചയായി തിരിച്ചടി നേരിടുന്നു. 1000 ഏക്കറിനടുത്ത് നാശനഷ്ടമുണ്ടായ കെന്നത്ത് കാട്ടുതീ 35%, 800 ഏക്കറിനടുത്ത് നാശനഷ്ടമുണ്ടാക്കിയ ഹേസ്റ്റ് കാട്ടുതീ 37% നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. കെന്നത്ത് കാട്ടുതീക്ക് പിന്നിൽ മനുഷ്യ ഇടപെടലുണ്ടെന്ന സംശയത്തിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഏറ്റവും കുറവ് വ്യാപ്തിയിൽ പടർന്ന ലിഡിയ കാട്ടുതീ 60% അണയ്ക്കാനായെന്നാണ് റിപ്പോർട്ട്. ആക്ടൺ പട്ടണത്തിന്റെ ഏകദേശം 350 ഏക്കർ പ്രദേശത്താണ് ലിഡിയ പടർന്നു പിടിച്ചത്. ഹോളിവുഡ് ഹിൽസ് അടങ്ങുന്ന സൺസെറ്റ് ബുലുവാർഡ് മേഖലയിൽ പാലിസേഡ്സ് തീ കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പാരിസ് ഹിൽട്ടൺ അടക്കം പ്രമുഖ ഹോളിവുഡ് താരങ്ങളുടെ ആഡംബര കെട്ടിടങ്ങൾ അപകടത്തിൽ കത്തിയമർന്നിരുന്നു. സൺസെറ്റ് ഫയർ എന്നറിയപ്പെട്ട കാട്ടുതീ ബുധനാഴ്ചയോടെ പൂർണ്ണമായി അണയ്ക്കാനായി. ഓസ്കർ പുരസ്കാര പ്രഖ്യാപനത്തിന് വേദിയാകാനിരിക്കുന്ന ഹോളിവുഡ് കൊഡാക് ഡോൾബി തിയേറ്റർ അടക്കം ഉൾപ്പെടുന്ന മേഖലയിലെ ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് ഇതോടെ പിൻവലിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.